ശബരിമല സ്വർണ്ണമോഷണ കേസിൽ തന്ത്രി കണ്ഠരര് രാജീവരെ ഈ മാസം 23 വരെ കൊല്ലം വിജിലൻസ് കോടതി റിമാൻഡ് ചെയ്തു. അതേസമയം മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് തട്ടിപ്പ് നടത്താൻ കൂട്ടുനിന്ന തന്ത്രി ആചാരലംഘനം നടത്തിയെന്നും SITയുടെ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. ആചാരപരമായ കാര്യങ്ങളിൽ ശബരിമലയുടെ അവസാന വാക്കായ തന്ത്രി രാജീവരര് കണ്ഠരര് ശബരിമല സ്വർണ്ണമോഷണത്തിന് കൂട്ടുനിന്നു. ആചാരലംഘനം നടത്തി. കട്ടളപ്പാളി കൊണ്ടുപോകുന്നത് ആചാരലംഘനമാണെന്ന് അറിഞ്ഞിട്ടും വിലക്കിയില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ദേവസ്വം ബോർഡ് നിർദ്ദേശപ്രകാരം പാളികൾ നൽകിയപ്പോൾ തന്ത്രി തടഞ്ഞില്ല. മൗനാനുവാദം തന്ത്രി കൊടുത്തു. ദേവസ്വം മാനുവൽ പ്രകാരം തന്ത്രി ക്ഷേത്രചൈതന്യം കാത്തുസൂക്ഷിക്കാൻ ബാധ്യസ്ഥൻ. തന്ത്രിയുടെ സാമ്പത്തിക ഇടപാടിൽ അന്വേഷണം വേണം. തന്ത്രിയുടെ ഫോൺ SIT കസ്റ്റഡിയിലെടുത്തു. തന്ത്രിയെ ചോദ്യം ചെയ്യേണ്ടത് അനിവാര്യമാണ്. കേസിൽ ഉൾപ്പെട്ട മറ്റു പ്രതികളുടെ പങ്കിനെക്കുറിച്ചും അന്വേഷിക്കണം. പ്രതിക്ക് ജാമ്യം നൽകിയാൽ ആത്മീയ അധികാര ബന്ധം ഉപയോഗിച്ച് സാക്ഷികളെ സ്വാധീനിക്കുകയും തെളിവ് നശിപ്പിക്കുകയും ചെയ്യുമെന്നും ജാമ്യാപേക്ഷ എതിർത്തുകൊണ്ട് SIT വാദിച്ചു. പോറ്റിത്തന്ത്രി ബന്ധവും അന്വേഷിക്കണമെന്നും SIT റിമാൻഡ് റിപ്പോർട്ടിലും അറസ്റ്റ് റിപ്പോർട്ടിലും ആവശ്യപ്പെടുന്നു. രാജ്കുമാർ, കൈരളി ന്യൂസ്, കൊല്ലം.